നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. ഇന്നിപ്പോൾ വ്ളോഗേഴ്സിനെ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അക്കൂട്ടത്തിൽ വ്യത്യസ്തരായിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ചെയ്യുന്ന, വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാതെ തൻ്റെ കണ്ടന്റിൻ്റെ മൂല്യങ്ങൾ മാത്രം നോക്കി ചെയ്യുന്ന വളരെ കുറച്ചധികമായിട്ടുള്ള കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സുജിത് ഭക്തൻ. ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ബൈജു എൻ നായർ, മോട്ടോർ വെഹിക്കിൾസിനെ കുറിച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ബൈജു എൻ നായർ. അങ്ങനെ തുടക്കം തൊട്ടേ യൂട്യൂബിനോടൊപ്പം സഞ്ചരിച്ച് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടന്റ് മാത്രം ചെയ്യുന്ന വളരെ കുറച്ച് ആയിട്ടുള്ള യൂട്യൂബേഴ്സുകൾ രണ്ടുപേരാണ് ഇവർ. ഇവരും വേറെ കുറച്ചധികം എന്ന് പറയാനില്ല, വളരെ കുറച്ചായിട്ടുള്ള കുറച്ച് യൂട്യൂബ് വ്ളോഗേഴ്സും ഉണ്ട്. അവരെ പോലും സൈബർ ബുള്ളിങ്ങുകാർ വിടില്ല എന്ന് പറയുമ്പോഴാണ് എത്രമാത്രം ഭീകരമാണ് ഈ സൈബർ ഇടം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്കറിയാം, വൈറൽ കണ്ടന്റുകളുടെ ഒരു ഘോഷയാത്രയാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ആരെയും തെറിവിളിക്കാൻ മടിയില്ലാത്ത കുറേ സൈബർ റോളുകളുടെ നാടായി മാറിയിരിക്കുന്നു, സൈബർ റോളുകളുടെ ഇടമായി മാറിയിരിക്കുന്നു നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ. ആരെന്തിട്ടാലും അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് നോക്കാതെ അതിന് റിയാക്ട് ചെയ്യുന്ന കുറേ വ്ളോഗേഴ്സ്. ഒരു ഇൻ്റർവ്യൂ നടന്നാൽ ആ ഇൻ്റർവ്യൂവർ അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ, ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചാൽ അവൾ വെറും കച്ചറ, അവൾ വെറും അഹങ്കാരി, അവൾ ഇനി ഈ ലോകത്തെ കൊള്ളാത്തവളായിട്ട് അവരെ അധിക്ഷേപിക്കുക, അവരെ വ്യക്തിഹത്യ ചെയ്യുക, അവരുടെ സ്വകാര്യ ചാനലുകളിൽ വന്ന് ചീത്ത വിളിക്കുക, ഇതെല്ലാം സ്ഥിരം കലാപരിപാടികളാണ്. അത് ഒരു ആങ്കർക്ക് മാത്രമല്ല, പലതരത്തിലുള്ള ആങ്കേഴ്സ് അതൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. ആങ്കേഴ്സ് മാത്രമല്ല, അങ്ങനെ പരിപാടി ഫാമിലി വ്ളോഗേഴ്സ് ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതെല്ലാം മുതലാക്കുന്ന കുറേ ഫാമിലി വ്ളോഗേഴ്സും ഉണ്ട്. സ്വന്തം അപ്പനെ അമ്മയെ അടിക്കുക, അല്ലെങ്കിൽ തിരിച്ച് തമ്മിൽ തല്ലുന്ന വീഡിയോസൊക്കെ വ്ളോഗാക്കി അതിനെ മാർക്കറ്റ് ചെയ്ത് അതിനെ കാശാക്കി വീടും കാറും ഒക്കെ വാങ്ങിക്കുന്ന ഫാമിലി വ്ളോഗേഴ്സും ഉണ്ട്. ഇക്കൂട്ടത്തിൽ വ്യത്യസ്തരായ 2-3 പേരിൽ ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ സുജിത് ഭക്തൻ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തെയും കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട്, 1-2 ദിവസമല്ല, 7 വർഷങ്ങളായിട്ട് വെബിലൂടെയും മെയിലിലൂടെയും മാറി മാറി ഹരാസ് ചെയ്യുക, സൈബർ ബുള്ളിങ് ചെയ്യുക, ബോഡി ഷെയിം ചെയ്യുക, ജീവിക്കാൻ ഒരു തരത്തിലും അവരെ അനുവദിക്കാത്ത അവസ്ഥ സഹിക്കെട്ടിട്ടാണ് കഴിഞ്ഞ ദിവസം സുജിത് ഭക്തൻ വന്ന് ലൈവിൽ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഒരുത്തൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല അദ്ദേഹം പരാതി കൊടുക്കുന്നു, സൈബർ പോലീസിൽ പരാതി കൊടുക്കുന്നു, പല IP അഡ്രസ്സുകൾ മാറ്റി പരീക്ഷിക്കുന്നു. തിരിച്ച് ഈ സൈബർ ഓളി എന്ന് പറയുന്നവൻ പല IP അഡ്രസ്സുകളിൽ നിന്നുകൊണ്ട് ഇവൻ ഈ പറയുന്ന പോലെ പല സാധനങ്ങൾ മാറ്റിക്കൊണ്ട് അവൻ എന്തോ ഒരു ടെക്കി എന്തോ ആണെന്ന് ആദ്യം തന്നെ സുജിത് ഭക്തൻ പറയുന്നുണ്ട്. അവൻ ഇരുന്നുകൊണ്ട് മെയിൽ അയപ്പാണ്, അത് CC വെച്ച് അയക്കുക. CC എന്ന് പറഞ്ഞാൽ സുജിത് ഭക്തനായിട്ട് കൊളാബ് ചെയ്യുന്ന ആൾക്കാരോടൊപ്പം, സുജിത് ഭക്തൻ ആയിട്ടുള്ള മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരോടൊപ്പം, പരസ്യ കമ്പനിക്കാർക്കും ഒക്കെ അവർക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ആയിട്ട് ഈ CC വയ്ക്കുക. അതായത് അവൻ അയക്കുന്ന മോശം കണ്ടന്റുകൾ എന്താണോ അവരെക്കുറിച്ച് പറയുന്ന ബുള്ളിങ്ങുകൾ അതെല്ലാം അവർക്കും കൂടെ വെച്ച് അയച്ചു കൊടുക്കുക. ഒരു പേടിയില്ലാതെ കൂസലില്ലാതെ ചെയ്യുക. പക്ഷേ സുജിത് ഭക്തൻ്റെ വാക്ക് പറഞ്ഞിരുന്നു, എന്തായാലും സൈബർ പോലീസ് സുമ്മാതല്ല. നമ്മുടെ നാട്ടിലെ കേരള പോലീസ് പ്രത്യേകിച്ചും സൈബർ വിങ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആണ്, പൊളിയാണ്. അത് പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാവും, പ്രത്യേകിച്ചും സ്കാമിൻ്റെ കാര്യത്തിലൊക്കെ. അത് സുജിത് ഭക്തൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും സൈബർ പോലീസ് ഇത് പിടിക്കും. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അദ്ദേഹം കുറച്ച് എത്തിക്കൽ ഹാക്കർമാരുണ്ട്. മലയാളികളിൽ ഈ സൈബർ ഓളിക്ക് മാത്രമല്ല ബുദ്ധി എന്ന് പറയുന്നത്, എത്തിക്കൽ ഹാക്കർമാരെ കൂടെ അദ്ദേഹത്തിന് വേണ്ടി ഹയർ ചെയ്തിരുന്നു. എന്തായാലും അവരെല്ലാവരും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് കൂട്ടമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ പേരിൽ ഇവനെ പിടിച്ചു. അവസാനം ഈ സൈബർ ഓളി പിടിച്ചു. അന്ന് സുജിത് ഭക്തൻ പറഞ്ഞു, ഇവൻ്റെ വീട്ടിൽ കയറി ഞാൻ ഇവനെ തല്ലിയിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് തെറ്റ് ചെയ്തെന്ന് ഇപ്പോഴും സുജിത് ഭക്തൻ അറിഞ്ഞുകൂടാ. എന്തിനാണ് അവനിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവനൊരു സൈക്കോപാത്താണോ, സൈക്കോപാത്തുകൾ ഇങ്ങനെയാക്കിയാണോ അറിയില്ല. എന്നാലും സുജിത് ഭക്തൻ അവനെ പിടിച്ചു എന്നുള്ളതാണ്. അവൻ്റെ പടം പുറത്തു വിട്ടിട്ടില്ല. 100% ആരാണെന്ന് കണ്ടെത്തിയെന്ന് അദ്ദേഹം ഇപ്പോൾ രണ്ടാമത് വന്ന് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അവനെ പിടിച്ചപ്പോഴേ സുജിത് ഭക്തൻ പറഞ്ഞിരുന്നു, ഇവൻ ഇന്ത്യയിലല്ല ഇവൻ്റെ ഈ കലാപരിപാടി നടത്തുന്ന, അവൻ അമേരിക്കയിൽ ബോസ്റ്റണിൽ താമസിക്കുന്ന ഒരു കോട്ടയം പാല ഒരു ഏരിയയിൽപ്പെട്ട ഒരു മലയാളിയാണ്. അവരും അവൻ്റെ അപ്പനും കൂടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നാണ് സുജിത് ഭക്തൻ പറയുന്നത്. കാരണം അവൻ ഇദ്ദേഹത്തെ വിളിക്കുകയും അവൻ്റെ അപ്പനുമായിട്ടുള്ള വോയിസ് റെക്കോർഡ്സും കോൾസും ഒക്കെ അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ആൾ ശരിക്കും പേടിച്ച മട്ടാണ്. എന്തായാലും സൈബർ പോലീസ് വലിയൊരു ഹെൽപ്പാണ് സുജിത് ഭക്തന് ചെയ്തു കൊടുത്തത്. കാരണം നമുക്കറിയാം, എന്ത് സാധനം ഇട്ടാലും എന്ത് തോന്നിയവാസവും തൻ്റെ കമൻറ്റിൽ വന്ന് എഴുതി പിടിക്കാനുള്ള ധൈര്യം ഈ സൈബർ ഓളികൾക്കുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം, ഈ ബോസ്റ്റണിൽ ഇരിക്കുന്ന അമേരിക്കൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ടെക്കി ആണ്. അവൻ ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നവൻ, സൈബർ ഇടത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചും ഒക്കെ സോഫ്റ്റ്വെയർ ഒക്കെ അറിയാവുന്ന ഒരുത്തരാണെന്ന് തന്നെ സുജിത് ഭക്തൻ നേരത്തെ സംശയം തോന്നിയിരുന്നു. പക്ഷേ അവനിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു അദ്ദേഹം പോലും സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും എത്തിക്കൽ ഹാക്കർമാരോടും
ഈ സൈബർ പോലീസും ഒരുമിച്ച് ചെന്ന് കണ്ടെത്തിയ അഡ്രസ്സ് ഒരേ IP അഡ്രസ്സ് തന്നെയാണെന്നാണ് സുജിത് ഭക്തൻ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസിന്റെ കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഉറപ്പായിട്ടും അവന്റെ പേരും അവന്റെ അഡ്രസ്സും അവന്റെ കുടുംബക്കാരുടെ അഡ്രസ്സും എല്ലാം പുറത്തുവിടുമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവന്റെ പരീക്ഷണാർത്ഥം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവൻ ഇത് പേടിച്ച് അവൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ സുജിത് ഭക്തൻ പിന്നെയും വെല്ലുവിളിക്കുന്നു, നിനക്ക് ധൈര്യം, നിനക്ക് ഇത്രയും നാണം കെട്ടവനാണോടാ, നീ ഇത്ര പേടിത്തൂറിയാണോടാ എന്ന് ചോദിച്ചതിന് ഭാഗത്ത് അവൻ 2-3 മണിക്കൂർക്ക് ശേഷം അവൻ വീണ്ടും ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് ചെയ്തു. പക്ഷേ അവന്റെ വെബ്സൈറ്റ് അഡ്രസ്സുകളോ അവന്റെ ലിങ്ക്ഡിനോ ഒന്നും തന്നെ അവൻ ആക്റ്റീവ് ചെയ്തില്ല. പിന്നീട് ഈ ലിങ്ക്ഡിലൂടെയാണ് അവന്റെ കോളേജും അവന്റെ നാടും ഊരും എല്ലാം സുജിത് ഭക്തൻ കണ്ടെത്തിയത്. സത്യത്തിൽ കാണുമ്പോൾ ഈ പറയുന്ന അവൻ വളരെ കടുകട്ടി ഇംഗ്ലീഷിലാണ്, ആദ്യം അവൻ മംഗ്ലീഷിലാണ് വെബിലൂടെ അബ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ മെയിലിലൂടെ അബ്യൂസ് ചെയ്തിരുന്നെങ്കിൽ കടുകട്ടി ഇംഗ്ലീഷ് പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ 100% ആയിട്ട് ഞാനല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നിങ്ങളിന്ന് റീകൺസിഡർ ചെയ്യണം, ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് റീകൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. സുജിത് ഭക്തൻ പറഞ്ഞു, ഇല്ല, ഏതറ്റം വരെ ഞാനിത് പോയിരിക്കും, ഒരു സംശയവുമില്ല എന്ന രീതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നടപടി ഈ ലോകത്തിന്റെ കോണിലിരുന്ന് ഈ വൃത്തികേടുകൾ ചെയ്യുന്നവന്മാർക്ക് നല്ലൊരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ വൃത്തികേടുകൾ മുഴുവൻ ഒരു കുടുംബക്കാരെ അറിയിച്ചല്ലല്ലോ ചെയ്യുന്നത്. ഇവൻ ഇത്ര ഒരു വൃത്തികെട്ടവനാണെന്ന് സ്വന്തം ഭാര്യ ഉള്ളവനാണെങ്കിൽ ഭാര്യയോ, കാമിയുള്ളവനാണെങ്കിൽ കാമിയോ, അപ്പനും അമ്മയും ഈ പറയുന്ന കുട്ടികളും പെൺമക്കളും ഒക്കെ ഉള്ളവന്മാർ അറിയുമ്പോൾ, നാട്ടിൽ നല്ല നിലയിലും വിലയിലും കഴിയുന്നവനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അവൻ്റെ ഒരു അവസ്ഥ എന്താല്ലേ. അപ്പോൾ ഇതൊന്നും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് 100% ഉറപ്പുള്ള കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വൃത്തികേടുകളെല്ലാം ഇവന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു കസേരയുടെ കാലാണ് കേരള സൈബർ പോലീസും എത്തിക്കൽ ഹാക്കേഴ്സും സുജിത് ഭക്തൻ ആൻഡ് ടീമും കൂടെ തല്ലിയൊടിച്ചത്. അപ്പോൾ ഇനി ഇവന്മാരൊക്കെ ഒന്ന് പേടിക്കും.